السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 167 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വമാ അസാബകും യൗമൽ തഖൽ ജംആനി ഫബിഇദ്നില്ലാഹി വലിയഅലമൽ മുഅ്മിനീൻ. വമാ അസാബക്കും, നിങ്ങൾക്ക് ബാധിച്ചത്, നിങ്ങൾക്ക് സംഭവിച്ചത്, നിങ്ങൾക്ക് ഉണ്ടായത്, നിങ്ങൾക്ക് പിടിപെട്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം? വമാ അസാബക്കും, നിങ്ങൾക്കുണ്ടായ ഈ കാര്യം. യൗമ ഇൽത്തക്കൽ ജമ്മാനി, യൗമ ദിവസം, ഇൽത്തക്കൽ ജമ്മാനി, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം നിങ്ങൾക്ക് സംഭവിച്ചതൊക്കെ. വമാ അസാബക്കും, നിങ്ങൾക്ക് ബാധിച്ചത്. ഫബി ഇദ്നില്ലാഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമായിരുന്നു ആ സംഭവം ഉണ്ടായത്. അപ്പോൾ അത് ഉഹദ് യുദ്ധത്തിൻ്റെ തുടർ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. അന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി, അള്ളാഹുവിൻ്റെ അറിവോടെ, അള്ളാഹു തആലയുടെ തിരുനോട്ടം ആ കാര്യത്തിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയുക. ഇതെന്തിനാ ഇതൊക്കെ ഇങ്ങനെ സംഭവിപ്പിക്കുന്നത്? ഈ യുദ്ധവും അടിയും വഴക്കും ബഹളവും ഇതുമൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാ? വലിയഅലമൽ മുഅ്മിനീന, ഇതിൽ വിശ്വാസികൾ ആരുണ്ട് എന്നറിയാൻ. നാവ് വെച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അനേകരും വിശ്വാസത്തിലേക്ക് ആഴ്ന്നിറങ്ങിയവരല്ല. വെറും പുറമോടി കൊണ്ട് മാത്രം അവർ വിശ്വാസികളാണ് എന്ന് പറയുകയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ അവരുടെ ഉള്ളിലേക്ക് ഇത് ആഴ്ന്നിറങ്ങിയോ ഇല്ലയോ എന്ന് അല്ലാഹു തആല ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ യുദ്ധങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അരങ്ങേറിയത്. അതോടെ അതെല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട. എല്ലാ മനുഷ്യരും, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെല്ലാം ബദറിലും ഉഹദിലും ഖന്തക്കിലും ഒക്കെ പങ്കെടുത്തതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ യുദ്ധസമാനമായ രംഗങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അവരേത് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യവിശ്വാസികളാണോ കപടവിശ്വാസികളാണോ സത്യനിഷേധികളാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല ഈ വചനം നിലനിർത്തിയിരിക്കുന്നത്. വമാ അസാബക്കും യൗമ ഇൽതഖൽ ജംആനി, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടുകയുണ്ടായി. ആ ദിവസത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച വിപത്തുകളൊക്കെ ഫബി ഇദ്നില്ലാഹി, അള്ളാഹുവിൻ്റെ അറിവോടെ, കൽപ്പനയോടെ, അനുവാദത്തോടെയാണ്. വലിയഅലമൽ മുഅ്മിനീന, നിങ്ങളിൽ വിശ്വാസികളാണ്, അവർക്കതിൻ്റെ പ്രതിഫലം കൊടുക്കണം
എന്നിൽ വിശ്വസിച്ച, എൻ്റെ തൃപ്തിക്കായി എനിക്കായി നിലകൊണ്ടത് ആരാണോ അവർക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ സംഭവങ്ങളൊക്കെ നിലനിർത്തുന്നത്. ഇത് ചെറിയ ഒരു വചനമായതുകൊണ്ട് തൊട്ടടുത്ത വചനം കൂടി ഇതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള വിശദീകരണം നൽകുന്നത്. അടുത്ത വചനത്തിൽ പറയുന്നു, വൽയഅലമല്ലദീന നാഫഖൂ വഖീല ലഹും തആലൂ ഖാതിലൂ ഫീ സബീലില്ലാഹി ഔ ഇദ്ഫഉ ഖാലൂ ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും ഹും ലിൽകുഫ്രി യൗമഇദിൻ അഖ്റബു മിൻഹും ലിൽഈമാൻ യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം വല്ലാഹു അഅലമു ബിമാ തക്തുമൂൻ. അത്ര മനോഹരമായ നിലയിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതാണ്. വലിയഅലമല്ലദീന നാഫഖൂ, നിങ്ങളിൽ കപടവിശ്വാസം സ്വീകരിച്ചവരാരാണ് എന്ന് അല്ലാഹുവിന് അറിയണം. വലിയഅലമല്ലദീന നാഫഖൂ വഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലൗ, നിങ്ങൾ വരൂ, നിങ്ങൾ വരുവിൻ, ഖാതിലൂ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടൂ. വാളും കുന്തവും കൊണ്ടിറങ്ങി പോരാടുന്നത് മാത്രമാണെന്നൊന്നും നമ്മൾ ധരിക്കുന്നില്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ അല്ലാഹു തആല തരും, നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതല്ല നമ്മൾ അവിടെയും ഇവിടെയും കൂടെ തഴുകി അങ്ങനെയൊക്കെ പോകുന്നതാണോ, അതല്ല എന്നിൽ വിശ്വസിച്ച് എൻ്റെ ദൂതനോടൊപ്പം അതുമായിട്ട് ബന്ധമായ നിലയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നോ അതോ ആടി ഉലഞ്ഞു നിൽക്കുകയാണോ എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടാവും. ഖാതിലൂ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടൂ. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദലിലും ഉഹദിലും ഹന്തക്കിലും ഒക്കെ പോരാടിയിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നബി പറയുന്നു, ഇത് യുദ്ധം കഴിഞ്ഞു, പോരാട്ടം കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതണ്ട. ഏറ്റവും വലിയ പോരാട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ശരീര ഇച്ഛകളുമായിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ബദറിനേക്കാൾ ഉഹദിനേക്കാൾ ഈ പറയപ്പെടുന്ന യുദ്ധത്തിനേക്കാൾ ഏറ്റവും ഖാതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടം നിങ്ങളുടെ നഫ്സുകളോടാണ്, നിങ്ങളുടെ ശരീര ഇച്ഛകളോടാണ്. നിങ്ങൾ വെച്ച് പുലർത്തുന്ന നിങ്ങളുടെ ശരീര ഇച്ഛകളും നിങ്ങളുടെ ബാഹ്യ നിലപാടുകളുമുണ്ടല്ലോ, ഉള്ളിൽ വേറൊന്നും പുറമേ വേറൊന്നുമായിട്ട് നടക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഖാതിലൂ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടൂ. ഔ ഇദ്ഫഉ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിരോധിക്കുക, തടയുക. അള്ളാഹിൻ്റെ മാർഗത്തിൽ അവരോടൊപ്പം അടരാടണം. അത് പറ്റുന്നില്ല, ഇത് നിങ്ങൾ തടഞ്ഞെങ്കിലും നിർത്തുക. ഖാലൂ ലൗ നഅലമു ഖിതാലൻ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ലത്തബഅനാകും, നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരുമായിരുന്നു. അപ്പോൾ അല്ലാഹു തആല പറയുന്നു, അവരിങ്ങനെ തന്ത്രപരമായി പല നിലപാടുകളും സ്വീകരിക്കുന്നവരാണ് കപടന്മാർ, കപടവിശ്വാസികൾ. ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖ്റബു മിൻഹും ലിൽ ഈമാൻ. അന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള ആളുകൾ ലിൽ കുഫ്രി, അവർ സത്യനിഷേധത്തിലാണ്. യൗമഇദിൻ അഖ്റബു മിൻഹും ലിൽ ഈമാൻ, അവരിൽ വിശ്വാസത്തിനേക്കാൾ മുന്നിൽ നിന്നത്, ഏറ്റവും സമീപത്തായി നിന്നത് സത്യനിഷേധമായിരുന്നു. യൗമഇദിൻ അഖ്റബു മിൻഹും ലിൽ ഈമാൻ യഖൂലൂന ബിഅഫ്വാഹിഹിം, അവരുടെ വായ് കൊണ്ട് അവർ പറയുകയാണ് അവർ വിശ്വാസികളാണെന്ന്. മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ല ആ വിശ്വാസം. അതുകൊണ്ടാണ് അവർക്ക് ഉറച്ച നിലപാട് ഈ കാര്യത്തിൽ എടുക്കാൻ കഴിയാതെ വാക്കുകൊണ്ട് നാവ് ഉപയോഗിച്ച് ഒരു നിലപാടും ഹൃദയത്തിൽ മറ്റൊന്നുമായി നടക്കുന്നവരാണ് അവർ. അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കും. അല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ, അവർ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആലയ്ക്ക് നല്ലതുപോലെ അറിയാം.
ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മനുഷ്യനെപ്പോഴും നിഫാക്കിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ അവന് ഭയങ്കര ഒരു അവസ്ഥ അവനിലുണ്ടാവും. ഉറച്ച നിലപാടെടുക്കുവാൻ കഴിയുന്നത് യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്ത വിശ്വാസികളാണെന്ന് പറഞ്ഞ് നമുക്ക് നടക്കാം, അവരതിന് ആടിയും ഒലഞ്ഞും ആയിരിക്കും നടക്കുന്നത്. അവരേത് സമയവും നിഫാക്കിൻ്റെ കാപട്യത്തിൻ്റെ പാതയിലേക്കും പോകാം, അവിടെ നിന്ന് തെന്നിമാറി വിശ്വാസത്തിൻ്റെ പാതയിലേക്കും. ഇത് ടെസ്റ്റ് ചെയ്യാൻ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ദിവസം തോറും അതിനുള്ള സാഹചര്യങ്ങൾ ഇട്ട് തരും. ഇവൻ്റെ നിലപാടെന്താണ്, ഇവൻ്റെ രീതി എന്താണ്, എൻ്റെ കൽപ്പനയ്ക്ക് കൊടുക്കുന്ന നിലപാടെന്താണ്, അതനുസരിച്ചാണോ അവരുടെ ജീവിതം പോകുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഈ വചനങ്ങൾക്ക് വിശദീകരണമായി പറയുന്നു, ഹിയർ ഇൻ വേഴ്സസ് 167 and 168, ഇവിടെ 167, 168 വചനങ്ങളിൽ റെഫറൻസ് ഈസ് അഗെയിൻ മെയ്ഡ് ടു ദ ബാറ്റിൽ ഓഫ് ഉഹദ്. ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് ഇവിടെ നടത്തുന്നത്. ആൻഡ് ഓൾ ദാറ്റ് ഹാപ്പൻ വാസ്, അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പല രീതിയിൽ വിശദീകരിക്കപ്പെട്ടു. ആ സംഭവിച്ചതൊക്കെ ബിഫോർ ദ ഐസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ തിരുമുമ്പിലാണ്, അള്ളാഹുവിൻ്റെ കൺമുമ്പിലാണ് ആ നടന്ന സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. ആൻഡ് ദസ് ഹി ട്രൈസ് ഹിസ് സെർവൻസ്, അതിലൂടെ അള്ളാഹു തആല അവൻ്റെ ദാസന്മാരെ പരീക്ഷിക്കുകയാണ്. സോ ദാറ്റ്, അതിലൂടെ ദ ബിലീവേഴ്സ് മേ ബി ക്ലിയർലി ഡിസ്റ്റിങ്ഷ്ഡ്, വിശ്വാസികളെ വ്യക്തമായി തിരിച്ചറിയണം. ഫ്രം ദ ഡിസ്ബിലീവേഴ്സ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്, കപട വിശ്വാസികളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നും അവരെ വ്യക്തമായി തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് അല്ലാഹു തആല അവിടെ നടപ്പിലാക്കിയത്. ഇതുപോലെ അപ്രകാരം അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ വിശ്വാസികളെ പരീക്ഷിച്ചറിയുന്ന നടപടിക്രമം നടത്തിയിരിക്കെ നമ്മളൊക്കെ അങ്ങനെയുള്ള യാതൊരു പരീക്ഷണവും ഇല്ലാതെ നമ്മളെ അങ്ങ് വിശ്വാസികളാണെന്ന് കരുതി അങ്ങ് പട്ടികയിൽ എഴുതി വയ്ക്കുമെന്നാണോ കരുതുന്നത്? നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അതിതീക്ഷ്ണമായ സാഹചര്യങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഉറച്ച നിലപാടുമായി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പോകുവാൻ കഴിയുമോ എന്ന് നമ്മളെ ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ കൺമുമ്പിൽ അനുദിനം പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ദ ഹിപ്പോക്രൈറ്റ്സ് വെയർ ദോസ് ഹൂ ഹൈഡ് ബിഹൈൻഡ്, കപടന്മാർ മറഞ്ഞിരിക്കുന്നവരാണ്. മേക്കിംഗ് അപ്പ് എക്സ്ക്യൂസസ്, എന്നിട്ട് അവർ പല ഒഴിവുകഴിവുകളും പറയും. നോട്ട് ടു ഗോ ടു വാർ, ഇതിലൊന്നും പോയി ചാടണ്ട കേട്ടോ, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ വേണ്ടതുപോലെ നമ്മുടെ കാര്യങ്ങളായിട്ടൊക്കെ അങ്ങ് കഴിഞ്ഞാൽ മതി, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ചെന്ന് ചാടരുത്, ഇങ്ങനെ ഉറച്ച നിലപാടൊന്നും പാടില്ല, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ട് ഇത് ചെയ്ത് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആയാലും ശരി ചെന്ന് ഒരു നിലപാടുകൾ കൃത്യമായി പറയേണ്ടതാണ് വിശ്വാസികൾ. അവർക്ക് നിലപാടുകൾ ഉണ്ടായിരിക്കണം. എല്ലാവരോടും ഈ സന്ദേശം നിലപാടുമായി നമ്മൾ സമീപിക്കണം. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി. ആ നിലപാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങളെ, മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. നിലപാടുകളില്ല എങ്കിൽ മനുഷ്യ സമൂഹത്തെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. They disregarded the call of the prophet. അവരെന്ത്? They disregarded. ഈ കപട വിശ്വാസികളും നിഷേധികളും എന്താ ചെയ്യുന്നത്? ഒരു പരിഗണനയും കൊടുക്കുകയില്ല. They disregarded the call of the prophet. പ്രവാചകന്റെ ക്ഷണത്തിന് അവർ ഒരു വിലയും കൊടുക്കില്ല. To come and fight for the cause of Allah. നിങ്ങൾ വരൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടൂ എന്ന് പറഞ്ഞാൽ അവരൊന്നും വരുത്തുമില്ല, അവരൊന്നും പോരാടത്തുമില്ല, അവരൊന്നും സത്യവിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവത്തുമില്ല. They feared death. അവർക്ക് പേടിയാണ്, അവർക്ക് മരണത്തെ ഭയമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം
അതേസമയം വാണ്ടഡ് ടു ബി ഫസ്റ്റ് ടു എൻജോയ് ദ ബൂട്ടീസ് ഓഫ് വാർ. എന്നാൽ യുദ്ധത്തിൽ കിട്ടുന്ന സാധന സാമഗ്രികൾ മുതലുമൊക്കെ വളരെ ഇഷ്ടമാണ്. യുദ്ധത്തിലൊന്നും പങ്കെടുക്കാൻ വയ്യ, നിലപാടുകളുമില്ല. പക്ഷേ സാധന സാമഗ്രികളാണോ നല്ല വായ്ക്ക് രുചിയാണോ കറക്റ്റ് അവർക്ക്. ബൂട്ടീസ് ഓഫ് വാർ വൺസ് ദീസ് ഫാൾ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ മുസ്ലിംസ്. മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചാപ്പടിക്കാൻ നല്ല താല്പര്യമായിരിക്കും അവർ. ദെയർ എക്സ്ക്യൂസസ് വെയർ റെൻഡഡ് മാനിഫെസ്റ്റ് ബൈ അവരുടെ ആ കപട നാടകമൊക്കെ അള്ളാഹു താല വെളിവാക്കി കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ആസ് ലൈസ്, അവർ കള്ളന്മാരാണ്, കള്ളം പറയുന്നവരാണ് എന്ന്. ഫോർ ദേ കവറ്റ് ദ വേൾഡ്, അവർ ആഗ്രഹിക്കുന്നത്, അഭിലഷിക്കുന്നത് കവറ്റ് ദ വേൾഡ്, ഈ ലോക സുഖങ്ങൾ അന്വേഷിച്ച് ഈ ലോക താല്പര്യങ്ങളും ഇതുമായിട്ട് നടക്കുന്നവരാണ് അവർ. വൈൽ അല്ലാഹ് വാണ്ട്സ് ദ എറ്റേണൽ അബോർഡ്, എന്നാൽ അള്ളാഹു താല ആഗ്രഹിക്കുന്നത് അനന്തമായ എന്നെന്നും നിലനിൽക്കുന്ന താമസ സൗകര്യങ്ങളും സുഖങ്ങളുമാണെന്നാണ്. ഫോർ ദ ട്രൂ ബിലീവേഴ്സ്, യഥാർത്ഥ വിശ്വാസികൾക്ക് ശാശ്വതമായ ഭവനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. കപടന്മാരോ താൽക്കാലിക സുഖങ്ങളും താൽക്കാലികമായിട്ടുള്ള സാധന സാമഗ്രികളും അതിൻ്റെ പുറകിലാണ് അവർ നടക്കുന്നത്. സച്ച് ഇൻസ്റ്റൻസസ്, ഈ സംഭവങ്ങളൊക്കെ ലൈക്ക് ഫൈറ്റിംഗ് ഫോർ ദ കാസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. ഈസ് എ ഷുവർ വേ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ പോരാട്ടം ഒരു ഉറച്ച വഴിയാണ്. ടു ഡിസ്റ്റിങ്വിഷ് ഹിപ്പോക്രൈറ്റ്സ് ഫ്രം ബിലീവേഴ്സ്, സത്യവിശ്വാസികളെയും കപടവിശ്വാസികളെയും തിരിച്ചറിയുവാനുള്ള ഒരു പോരാട്ടമാണ്. അത് വാളെടുത്തുകൊണ്ട് മാത്രമല്ല, നിലപാടുകളിലൂടെയുള്ള പോരാട്ടം അത് അതിശക്തമായിരിക്കണം. നിലപാടുകളില്ലാത്തവരാണ് കപടന്മാരും സത്യനിഷേധികളുമായിട്ടുള്ളവർ. അവരുടെ മുമ്പിൽ നമുക്ക് നിലപാടുകളുമായിട്ട് മാത്രമായിരിക്കണം മുന്നോട്ട് പോകുന്നത്. ആൻഡ് തസ് റെൻഡറിങ് ദെയർ പ്ലോട്ട്സ്, അങ്ങനെ അവരുടെ ആ പദ്ധതികളൊക്കെ ക്ലിയർ ബിഫോർ ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുമ്പിൽ അത് വ്യക്തമാക്കപ്പെടുകയാണ്. ഈ കപടന്മാരാരാണ് എന്നും സത്യവിശ്വാസികൾ ആരാണെന്നും സത്യനിഷേധികൾ ആരാണെന്ന് അവരുടെ മുമ്പാകെ. സത്യനിഷേധികൾക്ക് നിലപാടുകളുണ്ട്. ഞങ്ങൾ ഈ പ്രവാചകനെ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതൊട്ട് സ്വീകാര്യമല്ല, അത് അവർക്ക് നിലപാടുണ്ട്. പക്ഷെ നിലപാടില്ലാത്തത് കപടവിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. And believers, so that the latter may beware of their harm, for verily the hypocrites have traded belief for unbelief. അവർ വിശ്വാസത്തിന് പകരം അവിശ്വാസത്തെ കച്ചവടം നടത്തുന്നവരാണ്. അവർക്ക് വിശ്വാസങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്? നമ്മൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം ജീവിക്കുക, നിലപാടുകൾക്കനുസൃതമായിരിക്കുക. ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ്, ഉറച്ചു നിൽക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരും. അതെല്ലാം അനുഭവിച്ചപ്പോഴാണ് ഫത്ഹ് മക്ക ഉണ്ടായത്. അതിന് രക്തസാക്ഷികൾ ഉണ്ടാകേണ്ടി വന്നു, പലായനം ചെയ്യേണ്ടി വന്നു, വീട് ഉപേക്ഷിക്കേണ്ടി വന്നു, ബന്ധസ്വന്തങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ഇറങ്ങിത്തിരിച്ച പ്രവാചകനോടൊപ്പം നിന്ന ഒരു സംഘം ആളുകൾ, അവർ ലോകത്തിൻ്റെ മുമ്പാകെ തൗഹീദിനെ സ്ഥാപിച്ചു നിർത്തി. ആ തൗഹീദ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അത് നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ 15-ാം നൂറ്റാണ്ടിൽ അള്ളാഹു താല ഒരാളിനെ വിട്ടിരിക്കുന്നത്, അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി. അതുപോലുള്ള ഫൈറ്റിങ്സ് നമ്മൾ നമ്മുടെ നെഫ്സുമായിട്ട്, നമ്മുടെ ആളുകളുമായിട്ട്, ലോകവുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. എന്തിനാ? ഈ തൗഹീദിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഉറച്ച നിലപാടുമായിട്ട് നിൽക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കുവാനും അത് തങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നടപ്പിൽ വരുത്തുന്നതിനും അശ്രാന്തം പരിശ്രമിക്കുവാനുള്ള, ഇത് വളരെ വിഷമം പിടിച്ച, വളരെ കഷ്ടതയുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മാർഗമാണ്. പക്ഷേ അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദകരമായിരിക്കും. സത്യവിശ്വാസികളല്ലാത്തവർക്ക് അത് വളരെ പ്രയാസകരവുമായിരിക്കും. അതുകൊണ്ട് ആനന്ദകരമായ ഈ ധർമ്മസമരത്തിൽ നിങ്ങൾ അണിചേരൂ, അതിനായി ജീവിക്കൂ. ആ സ്വർഗീയ ആനന്ദം ഇഹലോകത്തും നാളെ പരലോകത്തും നേടാൻ പരിശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ ഖുർആൻ ഷരീഫിലൂടെ നൽകുന്ന ഈ പരിപാവനമായ അധ്യാപനങ്ങൾ
നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വർഗീയ സുഖം ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കുവാനുള്ള സൗഭാഗ്യം നൽകട്ടെ. ലോക ജനതയെ മുഴുവൻ ഈ സ്വർഗീയ സുഖത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള തീവ്രമായ ശ്രമവും നിലപാടുകളുമായി നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.